ഹലോ ഫ്രണ്ട്സ്, ജ്യോതിസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീഫ് സ്റ്റീക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പകരം ഉണ്ടാക്കുന്നത് മനോജേട്ടനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന 2 ബീഫ് സ്റ്റീക്ക് പീസസ് ആണ്. നമുക്കിത് ലൂലുവിലും സ്പിന്നീസിലും ഒക്കെ പോയാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പീസസ് ആകുമ്പോൾ വളരെ സോഫ്റ്റ് പീസസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള പാക്കറ്റ് നമുക്ക് വാങ്ങിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പം നമുക്ക് ആദ്യം ഈ ബീഫ് സ്റ്റീക്ക് പീസസിലോട്ട് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ട് ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റ് സൈഡും കൂടെ നമുക്ക് അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അടുത്ത പീസും അതുപോലെ തന്നെ ചെയ്യുക. അടുത്ത പീസ് അതുപോലെ നമുക്ക് മറിച്ചിട്ടിട്ടൊന്ന് ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബീഫ് സ്റ്റീക്കിലേക്ക് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുക്കാം. ഉപ്പും പെപ്പറും കൂടെ നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് 2 സൈഡും ഒന്ന് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 2 സൈഡും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനി ഒരു 1/2 hour to 1 hour നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഗ്രിൽ പാനിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ബീഫ് സ്റ്റീക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മെൽറ്റ് ആവട്ടെ ബട്ടർ. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചോപ്പ് ചെയ്ത് കുറച്ച് ഗാർലിക്കും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് ബട്ടർ നമുക്കിങ്ങനെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്നുകൂടെ ബട്ടറൊക്കെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്ത് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറിയ സ്ക്വയർ പീസസിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ബ്രൊക്കോളി എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ അതുപോലെ തന്നെ പല കളേഴ്സിലുള്ള ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് മാറ്റാം.
കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം നേരം സോട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ് മതി. ഇനി സോട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ബീഫ് സ്റ്റീക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.